ഹായ് എവരിവൺ. ഇന്ന് ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആണല്ലോ. ക്യാൻസർ എന്നത് ഭീതിജനകമായ ഒരു അസുഖമാണെങ്കിലും ഇന്ന് വളരെ ആധുനിക രീതിയിലുള്ള പല ചികിത്സാ സംവിധാനങ്ങളും ലഭ്യമാണ്. ക്യാൻസറിനെ പറ്റി പൊതുവായുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിന്നിവിടെ ഡിസ്കസ് ചെയ്യാം. ഞാൻ മിൻറ്റു ടോംസ്, തിരുവനന്തപുരത്ത് പട്ടത്തുള്ള സ്പ്രിംഗ് ഗാർഡൻ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഡിസ്കഷനിൽ പങ്കുചേരുന്നത് സ്പ്രിംഗ് ഗാർഡനിൽ വർക്ക് ചെയ്യുന്ന ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയ 2 ഫാമിലി ഫിസിഷ്യൻസാണ്, ഡോക്ടർ അച്ചാമ്മ മാത്തപ്പൻ ആൻഡ് ഡോക്ടർ വി.ജി. സുരേഷ്. നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം. ഡോക്ടർ, ഇന്ന് ധാരാളം പേർക്ക് ക്യാൻസർ ഉണ്ടെന്ന് കേൾക്കാറുണ്ടല്ലോ. നമ്മുടെ കുടുംബങ്ങളിലും പരിചയക്കാരുടെ ഇടയിലുമെല്ലാം അധികമായി കാണപ്പെടുകയും ചെയ്യുന്നു. എന്താണ് ഈ ക്യാൻസർ എന്ന് ഒന്ന് വിശദീകരിക്കാമോ? നമ്മുടെ ശരീരം അനേക സെൽസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കോശങ്ങൾ കോടിക്കണക്കിന്. അപ്പോൾ ഒരു ന്യൂ ബോൺ എടുക്കുകയാണെങ്കിൽ അത് കുറേ വർഷങ്ങൾ കൊണ്ട് വളർന്നൊരു അഡൽട്ടായിട്ട് മാറും. ഇത് സഹായിക്കുന്ന ചില ജീൻസ് ഉണ്ട്, പ്രോട്ടോ ഓങ്കോജീൻ എന്ന് പറയും. ഇതാണ് ഈ കോശങ്ങളെ മൾട്ടിപ്ലൈ ചെയ്ത് വളർത്തി വലുതാക്കാനായിട്ട് സഹായിക്കുന്നത്. ഒരു ലെവല് ഗ്രോത്ത് ആയി കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ വീണ്ടും വളർന്നുകൊണ്ടിരുന്ന അങ്ങ് വലിയതായിട്ട് പോകത്തില്ല. അപ്പോൾ അത് അവിടെ അറസ്റ്റ് ചെയ്യണം ആ ലെവൽ ഓഫ് ഗ്രോത്ത്. അതിന് സഹായിക്കുന്ന മറ്റൊരു ജീനാണ് ട്യൂമർ സപ്രസർ ജീൻ എന്ന് പറയും. അപ്പോൾ ഈ 2 ജീനും നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് ഒരാൾ വളർച്ച പ്രാപിക്കുന്നതും വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് നിർത്തുന്നതും. സോ ഇതിന് ഏതിനേലും ഒരു വ്യതിയാനങ്ങൾ വന്ന മ്യൂട്ടേഷൻസ് പറയും, ജനറ്റിക് മ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ അങ്ങ് ഈ അബ്നോർമലായിട്ട് പോകും. അപ്പം ഓങ്കോജനിക് ജീന് വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ നിർത്തത്തില്ല, അത് വീണ്ടും സെൽസിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ട്യൂമർ സപ്രസർ ജീന് അതിനെ തടയത്തില്ല വളർച്ചയെ. അപ്പോൾ അങ്ങനെ വരുമ്പം ഏത് അവയവത്തിലോ ആണ് ഈ മ്യൂട്ടേഷൻ വരുന്നതെന്ന് വെച്ചാൽ അത് വളർന്നൊരു ട്യൂമറായിട്ട് തീരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നിയന്ത്രണാതീതമായിട്ട് സെൽസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു രോഗസമൂഹം, ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസാണ് ക്യാൻസർ. ഇത് നമ്മൾ ആരംഭത്തിൽ തന്നെ നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യും, ചുറ്റുപാടുമുള്ള മറ്റ് കോശങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ രക്തക്കുഴൽ വഴിയും ലിംഫാറ്റിക്സ് വഴിയും അത് ദൂരെയുള്ള മറ്റുള്ള ബ്രെയിന്, ലിവർ, ലങ്സ് തുടങ്ങിയ ദൂരത്തുള്ള അവയവങ്ങളിലേക്കും പടർന്ന് അതിൻ്റെ ഫങ്ഷനെല്ലാം തടസ്സം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതാണ് ക്യാൻസർ. സമൂഹത്തിൽ ഇന്ന് ക്യാൻസർ കൂടുതലായി കാണപ്പെടുന്നുണ്ടല്ലോ, അതിന് കാരണങ്ങൾ എന്തെല്ലാമാണ്? ശരിയാണ്, ഇന്ന് സമൂഹത്തിൽ ക്യാൻസർ കുറച്ച് കൂടുതലാണ്. അതിന് പല റീസണുണ്ട്. ഒന്ന്, ക്യാൻസർ കൂടുതൽ വരുന്നത് ആഫ്റ്റർ 50 ഇയേഴ്സാണ്. ഇന്നിപ്പോൾ നമ്മുടെ ലോഞ്ചിവിറ്റി കൂടി. പണ്ട് ലോഞ്ചിവിറ്റി 30-40 വരെയായിരുന്നു, ഇപ്പോൾ ലോഞ്ചിവിറ്റി 72 ഇയേഴ്സ് വരെയായി. അപ്പോൾ ക്യാൻസർ പ്രോബ്ലംസ് കൂടുതലായി. അപ്പോൾ ദാറ്റ് ഈസ് വൺ റീസൺ ഫോർ ഇൻക്രീസ് ക്യാൻസർ. രണ്ടാമത് അവെയർനെസ്, പേഷ്യൻറ്റിൽ അവെയർനെസ് കൂടി. അപ്പോൾ ഡിറ്റക്ഷൻ ഏർലിയായി, പേഷ്യൻ്റ് പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയും ക്യാൻസറിൻ്റെ കൂടി. പിന്നെ ഇപ്പോൾ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്, പലതരം നമുക്ക് അൾട്രാസൗണ്ട് ഉണ്ട്, CT ഉണ്ട്, പെറ്റ് സ്കാൻ ഉണ്ട്, മാമോഗ്രാഫ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഡിറ്റക്ഷൻ കൂടുതലാക്കി. അപ്പോൾ ഈ ടെക്നോളജി കൊണ്ടും നമുക്ക് ഏർലി ഡിറ്റക്ഷൻ പറ്റുന്നുണ്ട്. അടുത്തത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഒബീസിറ്റി, ജങ്ക് ഫുഡ്, അതെല്ലാം ക്യാൻസർ ഡിസീസസ് കൂട്ടി. അപ്പോൾ ടോട്ടലി ക്യാൻസർ ഡിസീസിൻ്റെ ഡിറ്റക്ഷനും ഡിസീസും കൂടുതലാണ്. ഡോക്ടർ, സാധാരണയായി കണ്ടുവരുന്ന ക്യാൻസറുകൾ ഏതെല്ലാം തരത്തിലുള്ളതാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 വയസ്സ് കഴിഞ്ഞാലാണ് 70-60% ക്യാൻസർ കാണുന്നത്. അതിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സ്തനാർബുദം, ദാറ്റ് ഈസ് ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ കോളോറെക്ടൽ ക്യാൻസർ, ലങ് ക്യാൻസർ. ഇത് 3ആണ് കൂടുതൽ. പിന്നെ ഓൾഡ് ഏജിൽ കാണുന്ന വേറെ ക്യാൻസറാണ് ബ്ലാഡർ ക്യാൻസർ. പിന്നെ പുരുഷന്മാരിൽ മാത്രം കാണുന്നതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പക്ഷേ ഇതെല്ലാം ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാലും ചെറുപ്പക്കാരിലും കാണാം. ഈവൺ 30 വയസ്സ് വരെയുള്ള ലേഡീസിൽ വരെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടിട്ടുണ്ട്. ഈ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ പല തരത്തിലുള്ളതാണ്. ചിലത് ഹോർമോൺ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഹോർമോൺ ഡിപ്പെൻഡ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റും മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റും എല്ലാം ഡിഫറെൻ്റ് ആണ്. അതുപോലെ വേറൊരു പ്രധാന ക്യാൻസറാണ് തൈറോയ്ഡ് ക്യാൻസർ. അത് ചെറുപ്പക്കാരിലും കാണാം, കുറച്ച് പ്രായമായവരിലും കാണാം. ചെറുപ്പക്കാരിലാണ് കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന തൈറോയ്ഡ് ക്യാൻസർ കാണുന്നത്. അടുത്തത് ബോൺ ക്യാൻസർ. അപ്പോൾ ഈ പ്രൈമറി ബോൺ ക്യാൻസർ എല്ലാം
അഡോൾസെൻറ്റും കൗമാരക്കാരായ ആൾക്കാരിലാണ് കുട്ടികളിലാണ് കാണുന്നത്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ഏർലി ഡിറ്റക്ഷൻ പ്രോബ്ലം ഇല്ല. പിന്നെയുള്ളത് കുഞ്ഞു പിള്ളേരിൽ വരെ ക്യാൻസർ വരാൻ പറ്റും. അത് ഹെറിഡിറ്ററിയായിട്ട് കിട്ടുന്ന ക്യാൻസേഴ്സ്. പിന്നെ ഉള്ളത് ഗോൾ ബ്ലാഡർ ക്യാൻസർ, ഈസോഫേജിയൽ ക്യാൻസർ, ഓറൽ ക്യാൻസർ. വേറൊരു ക്യാൻസർ ഉള്ളതാണ് ലുക്കീമിയ, മൾട്ടിപ്പിൾ മൈലോമ. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സാണ്. ലിംഫോമ, അതെല്ലാം ഓരോ വിധം ക്യാൻസറാണ്. അതുപോലെ തന്നെ സ്കിൻ ക്യാൻസേഴ്സ്, അധികം വെയിൽ കൊണ്ടുമൊക്കെ ചെയ്യുന്നവർക്ക് അൾട്രാ വയലറ്റ് റേഡിയേഷൻ മൂലം വരാം. അന്നനാളത്തിൻ്റെ ക്യാൻസർ വരാം. ഡോക്ടർ, ക്യാൻസർ ഉണ്ടാകാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? എല്ലാ ക്യാൻസറിനും ഇപ്പം നമുക്ക് ക്യാൻസർ കോസ് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. എന്നാലും ചില ഫാക്ടേഴ്സ് അതിന് സഹായമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പുക വലിച്ചു കഴിഞ്ഞാൽ ഓറൽ ക്യാൻസർ, ലങ് ക്യാൻസർ, അതുപോലെ തന്നെ ബ്ലാഡർ ക്യാൻസർ ഇങ്ങനെയുള്ള വരുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മദ്യപാനം ഉള്ള ആൾക്കാർക്ക് അന്നനാളത്തിൽ ക്യാൻസർ, ലിവർ ക്യാൻസർ ഇതൊക്കെ വരാം. അതുപോലെ തന്നെയാണ് ഇപ്പം അമിതമായിട്ട് സൂര്യപ്രകാശം അടിക്കുകയാണ്, അതിൻ്റെ അൾട്രാ വയലറ്റ് റേഡിയേഷൻ മൂലം സ്കിൻ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അമിതവണ്ണം, ഒബീസിറ്റി പല തരത്തിലുള്ള ക്യാൻസറിനും കാരണമാണ്. പിന്നെ ഈ അമിതമായിട്ട് റെഡ് മീറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് ഉപയോഗിക്കുക, അതെല്ലാം ക്യാൻസറിലേക്ക്, പ്രത്യേകിച്ച് വൻകുടലിൻ്റെയൊക്കെ ക്യാൻസറിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ വ്യായാമം ഇല്ലാത്ത ഒരു ജീവിത രീതി, ശരിയായിട്ടുള്ള ഭക്ഷണക്രമം ശരിയല്ലാതെ ജീവിക്കുക, ഇതെല്ലാം ക്യാൻസറിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇമ്പോർട്ടൻ്റ് ആണ്, ഭക്ഷണക്രമം ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അമിതവണ്ണം ക്യാൻസറിന് കാരണമാകാമെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് അമിതവണ്ണമുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള ക്യാൻസർ കൂടുതലായിട്ട് കാണാം. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ, കോളൺ ക്യാൻസർ ഇങ്ങനെയുള്ളതെല്ലാം അമിതവണ്ണമുള്ള ആൾക്കാർക്ക് കൂടുതലാണ്. അത് അമിതവണ്ണമുള്ള ഒബീസിറ്റി ഉള്ള ആൾക്കാർക്ക് പൊതുവേ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കൂടുതലായിരിക്കും. പിന്നെ ഒബീസിറ്റി ഉള്ള ആൾക്കാർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അത് ഇൻസുലിൻ വന്ന ഹോർമോണിൻ്റെ പ്രവർത്തനത്തിന് ശരിയായ രീതിയിൽ നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ അത് വരുമ്പം ശരീരം കൂടുതൽ ഇൻസുലിൻ അങ്ങ് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഈ ഇൻസുലിൻ സെൽസിന് മൾട്ടിപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ അത് ട്യൂമറിലേക്ക് നയിക്കാം. അതുപോലെ തന്നെ ഒബീസായിട്ടുള്ള ആൾക്കാർക്ക് ചില ഫിസിക്കൽ ആക്ടിവിറ്റി കുറവായിരിക്കും, അതൊരു കാരണമാകാം. പിന്നെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട്, അമിതമായിട്ട് കൊഴുപ്പ് ലിവറിൽ അടിഞ്ഞു കിടക്കുന്നത്. അത് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലിവർ ക്യാൻസറൊക്കെ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു ആർത്തവവിരാമത്തിന് ശേഷം സ്ത്രീകളിൽ ഈ അഡിപ്പോസ് ടിഷ്യൂ എന്ന്, അതായത് ഫാറ്റി ടിഷ്യൂ എന്ന് ഈസ്ട്രജൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അത് ചിലപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനും യൂട്രസ് ക്യാൻസറിനും ഒക്കെ ഉണ്ടാകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം ഓർക്കുന്നു, ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ പണ്ടുണ്ടായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ സ്ലോ ആയിട്ട് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്. ആ അണുക്കൾ ബോഡിയിലിരിക്കുവാണെങ്കിൽ, വൈറസ് ഉണ്ടെങ്കിൽ കാരണമാകാം ലിവർ ക്യാൻസറിന്. സി ഓൾസോ അതൊരു ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേജിലേക്ക് പോകും കുറേ ശതമാനം ആൾക്കാർക്ക്. എല്ലാവർക്കും ഇല്ല, 90% ആൾക്കാർക്ക് വന്നങ്ങ് സെറ്റിൽ ചെയ്ത് പോകും. പക്ഷേ 10% പീപ്പിൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് പറഞ്ഞ സ്റ്റേജിലേക്ക് ആകാം. അതുപോലെ തന്നെ ഡോക്ടറെ, നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുമോ? ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ ഏർലി ഡിറ്റക്ഷനാണ്. ക്യാൻസറിൻ്റെ സിംറ്റംസ് നമ്മൾ കണ്ടാൽ ഉടനെ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്, ഡയഗ്നോസ് ചെയ്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയത് നമ്മുടെ ബോഡി നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കണം. ആ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ ചേഞ്ചസ് കണ്ടുപിടിച്ചാൽ ഉടനെ നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും ഡിറ്റക്ഷനും ട്രീറ്റ്മെൻറ്റിനും പോകാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാ സ്ത്രീകളോടും മന്ത്ലി ഒരിക്കൽ ബ്രസ്റ്റ് ചെക്കപ്പ് എന്ന്, ബ്രസ്റ്റിനാണ് മാസം വരാൻ കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ ബ്രസ്റ്റിൽ സൈസ് കൂടുക, അല്ലെങ്കിൽ നിപ്പിൾ റിട്രാക്ഷൻ, അല്ലെങ്കിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യുക, ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ആണ്. പലരും ഈ ചേഞ്ചസ് കണ്ടിട്ടാണ് നമ്മുടെ ക്ലിനിക്കിലോട്ട് വരികയും ഡിറ്റക്റ്റ് ചെയ്യുകയും ഏർലി ഡിറ്റക്ഷൻ നടക്കുന്നത്.
അതുപോലെ തന്നെ തൈറോയ്ഡ് സ്വെല്ലിങ്, അതും ഇപ്പോൾ വളരെ പ്രോമിനൻ്റാണ്. അതും നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഏർലി ട്രീറ്റ്മെൻറ്റ് കിട്ടും. പിന്നെയുള്ളത് ലക്ഷണങ്ങളാൽ അമിതമായി വെയിറ്റ് കുറയുക, ഒരു കാരണമില്ലാതെ വെയിറ്റ് കുറയുക, വളർച്ച, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കുന്ന ആഗ്രഹമുണ്ട് പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെയുള്ള ലക്ഷണങ്ങൾ ചുമ, ഈ ലങ് ക്യാൻസറൊക്കെ ചുമ, ചിലപ്പം കഫത്തിലോ അല്ലാതെയോ രക്തം തുപ്പുക, ഈ സ്റ്റൊമക്കിന് ഇൻറ്റസ്റ്റൈനൊക്കെ ആയിട്ട് മോഷനിൽ ബ്ലഡ് പോകുക, യൂറിനിൽ ബ്ലഡ് പോകുക, കിഡ്നി ഡിസീസിനൊക്കെ ചിലപ്പോൾ യൂറിനിൽ ബ്ലഡ് പോകും. അടുത്തത് പോസ്റ്റ് മെനോപോസൽ, ആർത്തവവിരാമം കഴിഞ്ഞവർക്ക് ചിലപ്പോൾ ബ്ലീഡിങ് വരും. ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം ക്യാൻസറാണെന്ന് പറയുന്നില്ല, പക്ഷേ ഇതെല്ലാം ലക്ഷണങ്ങളാണ്. അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഇപ്പം ഒരു മാസ് കിട്ടിയെന്ന് പറയും, അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ബയോപ്സി ചെയ്ത് ടിഷ്യൂ ഡയഗ്നോസിസ് കൊണ്ടാണ് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ സിംറ്റംസും വരുമ്പോഴും ആ സിംറ്റംസിനോട് ബന്ധപ്പെട്ടുള്ള ചെക്കിങ് കണ്ടിട്ടാണ് നമുക്കത് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്. ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ അവയവങ്ങൾക്ക് പ്രോസ്റ്റേറ്റ്, പാൻക്രിയാസ്, ലിവർ, ഓവറി, ഇതിനെല്ലാം ടിഷ്യൂ മാർക്കേഴ്സ് ഉണ്ട്. ആ മാർക്കേഴ്സ്, വൻകുടൽ, ഇതിനെല്ലാം ആ മാർക്കേഴ്സ് വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏർലി ഡിറ്റക്ഷൻ പറ്റും. പിന്നെയുള്ള ടെക്നോളജി, ഇപ്പോഴത്തെ ടെക്നോളജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൾട്രാസൗണ്ട്, മാമോഗ്രാം, CT, MRI, PET CT, ഇതെല്ലാം നമുക്ക് ക്യാൻസർ ഡിറ്റക്ഷൻ മാത്രമല്ല എന്തെങ്കിലും സ്പ്രെഡ് നടന്നിട്ടോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ലക്ഷണങ്ങൾ കണ്ടാൽ വേഗം ഡോക്ടറെ അടുത്ത് വരികയും അത് പറയുകയാണ് നല്ലത്, പെട്ടെന്ന് കണ്ടുപിടിക്കാനും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ അച്ചാമ്മ പറഞ്ഞതുപോലെ, അതായത് പൊതുവായിട്ട് ക്യാൻസറിനുള്ള ലക്ഷണങ്ങൾ ലോസ് ഓഫ് വെയിറ്റ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ടയർഡ്നെസ്, അനീമിയ, ഇതൊക്കെ വരാം. പിന്നെ അല്ലാതെ ഓർഗൻ സ്പെസിഫിക്കായിട്ട് ഏത് അവയവത്തിലാണോ ഈ ഒരു ട്യൂമർ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാകുന്നത് അതനുസരിച്ചുള്ള പ്രത്യേക ലക്ഷണം. എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ബ്രെയിനകത്തൊരു ട്യൂമർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏർലി മോർണിംഗ് ഹെഡ് ഏക്ക്, വൊമിറ്റിംഗ് അല്ലെങ്കിൽ ഫിറ്റ്സ്, ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ അന്നനാളത്തിലാണ് വരുന്നെങ്കിൽ സ്വാലോയിങ് ഡിഫിക്കൽറ്റി, വിഴുങ്ങാനായിട്ടുള്ള തടസ്സമായിരിക്കും. അല്ലെങ്കിൽ തൈറോയിഡ് ക്യാൻസർ, അല്ലെ വോയിസ് ബോക്സിനകത്തുള്ള ക്യാൻസർ, ഇതൊക്കെ വന്ന് ശബ്ദത്തിന് വ്യത്യാസം, ശബ്ദം പതറിപ്പോവുക. അപ്പോൾ അങ്ങനെ നേരത്തെ നോർമലായിട്ട് വോയിസ് ഉള്ള ഒരാൾക്ക് ശബ്ദം പതറി വരികയാണ്, ഉടനെ അത് പോയി ചെക്ക് ചെയ്യണം എന്താണെന്നറിയാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് ഇപ്പം വൻകുടലിലൊക്കെ ക്യാൻസർ വരികയാണ്, ചിലപ്പം മലബന്ധം വരാം, വയറ്റിളക്കം വരാം, അല്ലെങ്കിൽ മലത്തിനകത്ത് ബ്ലഡ് വരാം. അത് തന്നെ. അതുപോലെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള ക്യാൻസർ കിഡ്നിയിലോ ബ്ലാഡറിലോ ഒക്കെ വരികയാണെങ്കിൽ മൂത്രത്തിനകത്ത് ഹിമച്യൂറിയ എന്ന് പറയും, ബ്ലഡ് കാണാം. അപ്പോൾ ഉടനെ കൊണ്ട് പരിശോധിക്കണം അതെന്തെങ്കിലും ട്യൂമറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണോ. അതുപോലെ തന്നെ പോസ്റ്റ് മെനോപൗസൽ ലേഡീസ്, ആർത്തവവിരാമത്തിന് ശേഷം സ്ത്രീകളിൽ ബ്ലീഡിങ് വന്ന് ചിലപ്പോൾ യൂട്രസ് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം. അതുപോലെ തന്നെ സ്കിന്നിനകത്തുള്ള ഇപ്പോൾ കറുത്ത മറുകളുണ്ട്, പെട്ടെന്ന് അത് വലുതാകുക, ചൊറിച്ചിൽ തുടങ്ങുക, അല്ലെങ്കിൽ അൾസറേഷൻസ് വരിക, ഒരു പക്ഷേ സ്കിൻ ക്യാൻസർ ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഉടനെ പരിശോധിക്കാം. ഡോക്ടർ, ക്യാൻസർ വന്നാൽ പല ചികിത്സാ രീതികളുമുണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഈ ക്യാൻസർ വന്നാൽ ആ ട്രീറ്റ്മെൻറ്റ് പേടിച്ചിട്ടാണ് പലരും അവരുടെ അസുഖം തന്നെ പറയാത്തത്. പക്ഷേ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലാണ്. ഇഷ്ടംപോലെ പുതിയ മെഡിസിൻസും പുതിയ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പേടിച്ചിട്ട് ആരും കാണിക്കാതിരിക്കരുത്. ട്രീറ്റ്മെൻറ്റ് സാധാരണ 2-3 തരം. ഒന്ന് കീമോ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഏജ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈറ്റ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്യാൻസർ ടൈപ്പ്, അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്. സാധാരണ 3 മൊഡാലിറ്റീസാണ് ഉള്ളത്. ഒന്ന് കീമോതെറാപ്പി, ഒന്ന് റേഡിയോതെറാപ്പി ആൻഡ് സർജറി. സർജറി ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒരു ഏജ് ആയ ആൾക്കും സർജറി വേദനയില്ലാതെ ചെയ്യാനുള്ള മൊഡാലിറ്റീസുണ്ട്. കീമോതെറാപ്പിയിൽ കുറച്ച് വിഷമങ്ങൾ കാണാം, ഒരു മുടി കൊഴിയുക, നഖം പോകുക, നിറം കുറയുക, വിശപ്പില്ലായ്മ, ഇതെല്ലാം ഒരു ട്രാൻസിയൻ്റ് കാര്യമാണ്. ഈ ട്രീറ്റ്മെൻറ്റ് തീർന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് മാറും. പക്ഷേ ആ സമയത്ത് രോഗിക്കും മനസ്സിന് വിഷമമുണ്ടാകും, രോഗി കാണാൻ വരുന്നവരും പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അത് മാറ്റി ഒരു പോസിറ്റീവായി കൊടുക്കുകയാണെങ്കിൽ അവർക്കും സന്തോഷം. ഇതൊരു കുറച്ച് സമയത്തേക്കേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഇതെല്ലാം അങ്ങ് മാറും.
പിന്നെ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഇന്ന് നല്ല ട്രീറ്റ്മെൻറ്റുണ്ട്. പിന്നെ ചിലവർക്ക് ഒത്തിരി പ്രായമുള്ളവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിലും എല്ലാവർക്കും ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിലും ഓരോരുത്തർക്ക് അതിൻ്റെ ടിഷ്യൂ വെച്ചിട്ടും അതിൻ്റെ ഹോർമോൺ വെച്ചിട്ടും എല്ലാം ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. വേറൊരു കാര്യം, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും ഫോളോ അപ്പ് റെഗുലറായിട്ട് പോകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാൻസറിന്. കാരണം ഫോളോ അപ്പ് ആദ്യം മന്ത്ലി പറയും, പിന്നെ 3 മന്ത്ലി, 6 മന്ത്ലി, ഇയർലി. ഈ ഫോളോ അപ്പും ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി, ഹോർമോൺ തെറാപ്പി, ചില പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെയാണ് ഓപ്പറേഷന് ശേഷം, അല്ലെങ്കിൽ ആൻറ്റി ആൻഡ്രോജൻ തെറാപ്പി എന്ന് പറഞ്ഞ് ഹോർമോൺ കൊടുക്കും. അല്ലെങ്കിൽ തൈറോയ്ഡ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഡോസ് തൈറോയ്ഡ് ഹോർമോൺ കൊടുത്ത്, കാരണം TSH എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്, അതിൻ്റെ അളവ് കൂടിയാൽ അത് വീണ്ടും ക്യാൻസർ വരാൻ സാധ്യതയുള്ള അതുകൊണ്ട് അത് സപ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഹൈ ഡോസ് തൈറോയ്ഡ് ഹോർമോൺ കൊടുക്കുക. ഇതെല്ലാമാണ് ചികിത്സയിലുള്ള രീതി. പിന്നെ ഒരു കാരണമുണ്ട്, മാരോ റീപ്ലേസ്മെൻറ്റ്. ഈ ലുക്കീമിയ, മൾട്ടിപ്പിൾ മൈലോമ, എന്നെല്ലാം ചിലപ്പോൾ ബോൺ മാരോ റീപ്ലേസ്മെൻറ്റും ചെയ്യും. ഡോക്ടർ, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഡോക്ടർ പറഞ്ഞു തന്നല്ലോ. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴികളുണ്ടോ? എല്ലാ ക്യാൻസറും ഇപ്പം നമുക്ക് പ്രതിരോധിക്കാൻ ഒക്കത്തില്ല. പക്ഷേ നമുക്കറിയാം അതിന് ഒരു കോസേറ്റീവ് ഫാക്ടറായിട്ടുള്ള അനേക ഘടകങ്ങളുള്ളത് നമുക്കറിയാം. അത് നമുക്കൊരളവ് വരെ നമുക്ക് അത് തടഞ്ഞു കഴിഞ്ഞാൽ ഒരളവ് വരെ പ്രതിരോധിക്കാൻ ഒക്കും. ഇപ്പം നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ലൈക്ക് ഏജ്, അഡ്വാൻസ്ഡ് ഏജിൽ ക്യാൻസർ കൂടുതലാണെന്ന് നമ്മൾ കേട്ടു. അത് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അല്ലെ ഒരാളുടെ നാഷണാലിറ്റി, അല്ലെ റേസ്, അല്ലെങ്കിൽ ജനിതക ഘടന, ഇതൊന്നും നമുക്ക് മാറ്റാനൊക്കുകയില്ലാത്ത. അതേസമയം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് റിസ്ക് ഫാക്ടേഴ്സായിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പുകവലി അനേക തരം ക്യാൻസർ കാരണമാണെന്ന് നമുക്കറിയാം. പുകവലി അവോയ്ഡ് ചെയ്യുക, അതിൽ കൂടെ നമുക്ക് പല ക്യാൻസറുകളും തടയാനൊക്കും. രണ്ടാമത്തത് മദ്യപാനം തടയാം. മദ്യപാനത്തിൽ കൂടെ പലതരം ക്യാൻസർ വരുന്നതായിട്ട്. മൂന്നാമത്തെ നമ്മുടെ ഐഡിയൽ വെയിറ്റ് കീപ്പ് ചെയ്യുക, അമിതവണ്ണം തടയുക. ഒബീസിറ്റി പല ക്യാൻസറിന് കാരണങ്ങളായതുകൊണ്ട് അമിതവണ്ണം വരാതെ ഐഡിയൽ വെയിറ്റിനകത്ത് ശരീരം ഭാരം നോർമലായിട്ടുള്ളത് നിർത്തുക. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതിരിക്കുന്ന അവസ്ഥ ക്യാൻസറിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതായതുകൊണ്ട് റെഗുലറായിട്ടുള്ള ഒരു ദിവസം ഒരു 30 മിനിറ്റേലും ഒരാഴ്ചയിൽ 5 ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞത് റെക്കമെൻഡേഷൻ ഏതെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് ചെയ്യുക. പിന്നെ ചില ക്യാൻസേഴ്സ്, അതായത് ഡോക്ടർ അച്ചമ്മ പറഞ്ഞത് ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ള ഒരു വൈറൽ ഡിസീസാണ് ലിവറിനെ ബാധിക്കുന്നത്. ദാറ്റ് ക്യാൻ ലീഡ് ടു ക്യാൻസർ. പക്ഷേ ഇറ്റ് ഈസ് എ പ്രിവെൻറ്റബിൾ തിങ്. നമുക്ക് അതിൻ്റെ വാക്സിനേഷൻ അവൈലബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ലിവർ ക്യാൻസർ ഒരാൾ വരെ തടയാനും അതുമൂലമുള്ള ലിവർ ക്യാൻസർ തടയാൻ. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞ്, അതായത് യൂട്രസിൻ്റെ സെർവിക്സിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. അതിനെല്ലാം എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിനേഷൻ ഉണ്ട്. ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ HPV വാക്സിൻ എടുക്കുകയാണ് പലതരം ക്യാൻസറുകൾ, സെർവിക്സിൻ്റെ മാത്രമല്ല, വജൈനൽ ക്യാൻസർ, ഓറൽ ക്യാൻസർ, പുരുഷന്മാരിലും പലതരത്തിലുള്ള ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ ചെയ്യും. പിന്നെ ഏത് പ്രായം, ഒരു 10-45 വയസ്സ് വരെ എടുക്കാം. അത് കൂടുതൽ ഒരു 15 വയസ്സിന് മുന്നിലുള്ളവർക്കാണെങ്കിൽ ഒരു 2 ഡോസും അല്ലാത്തവർക്ക് 3 ഡോസുമായിട്ടാണ് സാധാരണ കൊടുക്കുന്നത്. പിന്നെ പല തരത്തിലുള്ള ജങ്ക് ഫുഡും പ്രോസസ്ഡ് ഫുഡ്, റെഡ് മീറ്റ്, ഇതൊക്കെ ക്യാൻസറിന് കാരണമാകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് റെഡ് മീറ്റിൻ്റെ അളവ് അവോയ്ഡ് ചെയ്യാം, ജങ്ക് ഫുഡ് കഴിയുന്നതും റെസ്ട്രിക്റ്റ് ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ്, അതായത് പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ, ഇങ്ങനെയുള്ള ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പലതരം പ്രത്യേകിച്ച് കോളൻ്റെയൊക്കെ ക്യാൻസറിന് തടയാനായിട്ട് ഒരളവ് വരെ നമുക്ക് സാധിക്കും. ഇന്ന് നമ്മുടെ പരിചയസമ്പന്നരായ ഡോക്ടേഴ്സ് ക്യാൻസേഴ്സിനെ പറ്റി പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. നിരാശാജനകമായ ഒരു അസുഖമായി ക്യാൻസറിനെയോ ക്യാൻസറിൻ്റെ ചികിത്സാ രീതികളെയോ കാണേണ്ടതില്ല. മറിച്ച് മറ്റ് അസുഖങ്ങളെ പോലെ തന്നെ ക്യാൻസറിനെയും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. പ്രോപ്പർ എക്സസൈസ്, പ്രോപ്പർ ഡയറ്റ്,
അമിതവണ്ണം നിയന്ത്രിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ക്യാൻസറിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. ഏർലി ഡിറ്റക്ഷൻ അഥവാ ക്യാൻസറിനെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞല്ലോ വളരെ ഫലപ്രദമായ ചികിത്സാ രീതികൾ അവൈലബിൾ ആണെന്ന്. നമ്മുടെ ഉള്ളിൽ തന്നെ അങ്ങനത്തെ ഒരു അവബോധമുണ്ടെങ്കിൽ ക്യാൻസറിനെ വളരെ ഫലപ്രദമായി പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും സാധിക്കും. ഇന്നത്തെ ഡിസ്കഷൻ ഇത്തരത്തിലുള്ള കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു ഡോക്ടേഴ്സ്. താങ്ക് യു.